എനിക്ക് തോന്നുന്നു ഇതാണ് ടെവിൻ പറഞ്ഞ ചുക്കിയെന്ന്. പക്ഷെ കണ്ടിട്ട് ടെവിനെ പോലെ തന്നെ ഉണ്ടല്ലോ ദൈവമേ. അയ്യോ, പണിയാവോ? ആ, എന്തൊക്കെയാണെങ്കിലും ഇവൻ അറിയാലോ കാര്യങ്ങൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണോ ഞങ്ങളെ വിളിച്ചു പറ്റിച്ച അങ്കിള്? ഹായ് അങ്കിൾ, എപ്പോഴാ വന്നേ? ഹായ് മോനെ, ഞാനിപ്പോ രാവിലെ വന്നതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ സംസാരിക്കുന്നത്? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവൻ വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും അല്ലടാ, ഞങ്ങള് കണ്ടിട്ട് ഇപ്പൊ ഇച്ചിരി ആയില്ലേ, അതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ അത്രേ ഉള്ളൂ. എന്നാ ശരി, വാ നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവനെ സ്കൂളിലും കൊണ്ടേ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാം. ഒരുപാടായില്ലേ ഞാൻ ഇവനെ കൊണ്ടുപോയിട്ട് പുറത്തൊക്കെ. അപ്പൊ ഞാൻ കൊണ്ടുപോയി ആക്കാം. നീ തൽക്കാലം ഇപ്പൊ കമ്പനിയിൽ പോയിക്കോ. ആണെങ്കിൽ ശരി, എനിക്കിപ്പോ 1-2 ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സ് ഉണ്ട്. എന്നാ നീ കൊണ്ടുപോയി ആക്കിക്കോ. അങ്കിൾ, ഞാൻ അങ്കിളെ എന്തോരം മിസ് ചെയ്തെന്നറിയാവോ? എത്ര ദിവസം അങ്കിളെ കണ്ടിട്ട്. സോറിയുടെ, എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഞാൻ അങ്കിളോട് മിണ്ടത്തില്ല. അങ്കിൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എടാ, ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം പറഞ്ഞതല്ല. പെട്ടെന്ന് നീ ചോദിച്ചപ്പോ ആകെ ടെൻഷനായിപ്പോയി. അതിനു വേണ്ടി നീ പറയുന്ന എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. എന്നോട് ക്ഷമിക്ക്. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പകരം എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ഒന്നിപ്പിച്ചു തരണം. അത് പറഞ്ഞപ്പോഴേ എന്താണ് അവന്റെ അങ്കിള് പറഞ്ഞ? എന്താ സംഭവം? എന്താ ശരിക്കും എന്താ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം? പിന്നെ അങ്കിൾ എന്താ കാരണം? അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞതിന് ശേഷം അപ്പൊ ഇപ്പൊ നിങ്ങളുടെ അച്ഛനമ്മനെ ഒന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണോ? അങ്കിൾ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. നീ വേറെ എന്തു പറഞ്ഞാലും ഞാൻ വേണമെങ്കിൽ സഹായിച്ചു തരാം. പക്ഷെ ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ രണ്ടിനും ഉണ്ടാക്കിയത്. അപ്പോഴാണ് കല്യാണം വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇത് മാത്രം നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല മക്കളെ. അങ്കിളെ കൊണ്ടേ പറ്റൂ. അങ്കിള് മാത്രമല്ലേ അച്ഛന്റെ ഒരു ഫ്രണ്ട്. അങ്കിള് പറഞ്ഞാലേ അച്ഛൻ കേൾക്കത്തുള്ളൂ. ആ, അടിപൊളി. ഇതേ ഡയലോഗ് 6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അമ്മുമ്മ പറഞ്ഞതാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടാണ് ഇത് നടക്കുമെന്ന് എനിക്ക് ഒന്നും തോന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്തു തരാം. പ്ലീസ് അങ്കിളെ, ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാം. ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും നിങ്ങൾ ഇത്ര റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രമിച്ചു നോക്കാം നമുക്ക് പറ്റുമെന്ന്. അത് കേട്ടാ മതി. എന്നാ ഞങ്ങൾ ക്ലാസ്സിൽ പോട്ടെ, ബെല്ലടിക്കാൻ സമയം. ജുവാന, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. തനിക്കറിയാലോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അതിനൊരു മറുപടി എനിക്ക് കിട്ടുമോ പ്ലീസ്? സാർ, ഞാൻ സാറിനോട് ഓൾറെഡി പറഞ്ഞില്ലേ, ഞാനൊരു കൊച്ചിന്റെ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൊച്ചുണ്ടല്ലോ. ഇതൊന്നും നടക്കത്തില്ല സാർ. ഞാൻ ജീവിക്കുന്ന എൻ്റെ മോന് വേണ്ടി. വിവാഹത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് ഇതുവരെ ആരോടും ഒരു തരത്തിലുള്ള അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് എനിക്കൊരാളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ തന്നെ നല്ല മറുപടിക്കേണ്ടി വരും. എനിക്കൊന്നും പറയാനില്ല സാർ. നീ എന്നിൽ നിന്ന് എത്ര ഓടി ഒളിച്ചാലും അവസാനം നീ എൻ്റെ അടുത്ത് തന്നെയായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നേടിയെടുത്തിരിക്കും. നീ ഞാൻ സാറ് പറഞ്ഞ ശരിയാ. സാറിന് എന്നെ ഒരുപാട് ഇഷ്ടം. എന്ന് വെച്ച് സാർ എൻ്റെ മോനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കണമെന്നുണ്ടോ? എന്തൊക്കെയാണെങ്കിലും സ്വന്തം മോനത്രയും വരില്ലല്ലോ ആരുടെയെങ്കിലും മകൻ. സാറിനിപ്പോൾ ഒന്നും പറയാനില്ലല്ലേ? സാർ ചിന്തിക്കും. സാർ ശരിക്കും ചിന്തിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറ. അകത്തോട്ട് വന്നോട്ടെ. നിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? മീറ്റിംഗ് ഒക്കെ എപ്പോഴേ കഴിഞ്ഞു. നീ എത്ര നേരം എവിടെയായിരുന്നു? സ്കൂളിൽ പോക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. അത് പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരുപാടായില്ലേ നാട്ടിലോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. നീ എന്തൊക്കെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്കെന്താ പറയാനുള്ളത്? നീ തന്നെ ആദ്യം പറയാമോ? വേണ്ട, നീ തന്നെ ആദ്യം പറയാതെ എനിക്ക് നല്ലത്. കുറെ കാലമായിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഒരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമല്ലേ? ഞാൻ തീരുമാനിച്ചൊരു കല്യാണം കഴിക്കും. ശരിക്കും ഞാൻ കേൾക്കുന്ന സത്യമാണ്. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത് ശരിയാകത്തില്ല. അങ്ങനെ ശരിയാവും. അതിനെന്താ കുഴപ്പം? ഇത്ര വർഷം നീ തന്നെയല്ലേ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സമ്മതിച്ചപ്പോ ഇപ്പൊ നിനക്കെന്താ കുഴപ്പം? അത് പിന്നെ ടെവിൻ സമ്മതിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ കുഴപ്പം? അത് അവന് സന്തോഷമുള്ള കാര്യമല്ലേ ഒരു അമ്മയെ കിട്ടുമെന്ന് വെച്ചാൽ. നീ കല്യാണം കഴിക്കുന്ന കൊച്ചു സമ്മതിക്കുവോ? എന്തൊക്കെയാണെങ്കിലും സ്വന്തം അമ്മയുടെ അത്രയും വരത്തില്ലല്ലോ വളർത്തമ്മ. അപ്പം ശരിയാവും അത്. എനിക്കെന്തോ എനിക്കിതെന്ത് പറ്റി? ഇത്രയും വർഷം നീ തന്നെയല്ലേ എന്റെ പുറകെ കിടന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ സമ്മതിച്ചപ്പോ നിനക്കെന്ത് പറ്റി എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ? എന്തൊക്കെയാണ് തീരുമാനിച്ചു. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കെട്ട. നീ പേടിക്കണ്ട, അവൾക്കും ഒരു മോനുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിനെ നോക്കുന്ന കാര്യത്തിൽ പേടിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എത്രയൊക്കെ അവളോട് പറഞ്ഞിട്ട് അവൾ എന്നോട് കല്യാണം കഴിക്കാനോ സ്നേഹിക്കാനോ തയ്യാറാവുന്നില്ല. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ അച്ഛനും മക്കളും എന്നെപ്പറ്റി എന്റെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വല്ല ബ്രോക്കറാണെന്നാണ്. ഒരു സൈഡിൽ അച്ഛന് വേറെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു, അതിന് ഹെൽപ്പ് ചെയ്യാൻ. മറു സൈഡിൽ മക്കൾ അച്ഛനെ അമ്മേനെ കൊണ്ട് കിട്ടിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇതിൽ ഞാനിപ്പോ ഇവരുടെ ഇടയിൽ കിടന്ന് പെട്ടുപോയല്ലോ. നീ ചിന്തിച്ചിരിക്കുന്ന പറ, നീ എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലേ അവളെ വളയ്ക്കാൻ? വാട്ട്, ഇത് സത്യം തന്നെയാണോ? സാക്ഷാൽ കിം ടെയാങ്ങാണോ എന്നോട് ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടി ടിപ്സ് ചോദിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കളിയാക്കാതെ പോടാ. വലിയ ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഐഡിയ അല്ലേ? ഞാൻ പറയാം. എനിക്ക് ഒരു ദിവസം സാവകാശം തരണം.
ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവനെ ഇപ്പൊ ഐഡിയ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്നെ ശരിയാക്കും. ഐഡിയ പറഞ്ഞു കൊടുത്ത ആ പെൺകുട്ടിയെ കൊണ്ട് ഇവനെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം എന്താ? ഇത് മൊത്തം എന്റെ തലയിലാണല്ലോ ദൈവമേ. എന്തൊക്കെയാണെങ്കിലും ഇന്ന് അവന്മാരെ ഞാൻ തന്നെ വിളിക്കാൻ പോവാം. എന്നിട്ട് ഇവന്റെ കാര്യമൊക്കെ പറയാം. എന്നിട്ട് അവന്മാരെന്ത് പറയുന്നത് നോക്കാം. എന്തൊക്കെയാണെങ്കിൽ രണ്ടിനും നല്ല കാഞ്ഞ ബുദ്ധിയാണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയൊന്നും ഈ ചെറിയ പറയത്ത് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അവന്മാര് തന്നെ എന്താ വെച്ചാൽ ചെയ്യട്ടെ. അങ്കിൾക്ക് വല്ല ഐഡിയയും കിട്ടിയോ? അത് പറയാൻ വേണ്ടി തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നത്. എടാ, ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ ഇന്ന് നിന്റെ അച്ഛന്റെ ഓഫീസിൽ ചെന്ന് അപ്പൊ നിങ്ങളുടെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറയുമായിരുന്നു. നിങ്ങളുടെ അച്ഛൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. ചുമ്മാ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണം. ഞാനത് വിശ്വസിക്കത്തില്ല. കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. എന്നിട്ട് പിന്നെ ഇപ്പൊ കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞു. എടാ, ഞാൻ കള്ളം പറയല്ലടാ, സത്യം പറഞ്ഞത് തന്നെയാ. നിന്റെ അച്ഛൻ തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഇത് കേട്ടപ്പോ തന്നെ ഈ ടെൻഷനില്ല. അതാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന്. ആണെങ്കിൽ അച്ഛന്റെ വേറെ കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്റെ അമ്മയാണ് എന്റെ അച്ഛൻ ഏറ്റവും ബെസ്റ്റ്. അവൾ രണ്ടുപേരും ഞാൻ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ചിരിക്കും. ഞങ്ങൾ ഒന്നിപ്പിക്കും. അങ്കിൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കില്ലെങ്കിൽ വേണ്ട. ഞാൻ എന്തൊക്കെയാലും തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ അമ്മയുടെ സ്ഥാനം ഇന്ന് എന്റെ അമ്മയ്ക്ക് തന്നെ. അത് ഞാൻ മറ്റാർക്കും ഒരിക്കലും വിട്ടുകൊടുക്കാം. നീ ഭയങ്കര പാവമല്ലായിരുന്നോളൂ. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യമൊക്കെ വന്നത്? എന്റെ അമ്മേനെ ഇനിയും അങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്തൊക്കെയാണെങ്കിലും ബാക്കി വീട്ടിൽ ചെന്നിട്ട് തിരക്കാം. നിന്റെ അച്ഛൻ തിരക്കും. ആരാ ഇന്ന് എന്റെ കൂടെ വരുന്നത്? നീയാണോ അതോ അവനാണോ? ഇന്ന് ഞാൻ അമ്മേരോടെ. നീ തന്നെ പോയിക്കാം. നാളെ ഞാൻ വേണമെങ്കിൽ വരാം. എന്നാ ശരി, ടാറ്റ. നാളെ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജുക്കി, ഹാപ്പി ബർത്ത്ഡേ ടു യു. പറഞ്ഞതുപോലെ ഇന്നലെ ബർത്ത്ഡേ ആണല്ലോ. ഞാൻ ആ കാര്യം മറന്നേ പോയല്ലോ. എന്താടോ നീ അങ്ങനെ നോക്കിയിരിക്കുന്ന? വാ, വന്ന് കേക്ക് കട്ട് ചെയ്തേ. ഇനി ക്യാൻഡിലൂടെ വിഷ്. ദൈവമേ, അടുത്ത വർഷം ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ജുക്കിയും ഉണ്ടാവണം. ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് വിഷ് നടത്തി തരണേ. ഇനി അമ്മ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് എനിക്ക് ഇച്ചിരി ഓഫീസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വൈകുന്നേരം നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിന്നെ കറങ്ങാൻ കൊണ്ടുപോകും. ഐ പ്രോമിസ്. അതും പറഞ്ഞ് അവളൊരു കേക്ക് എടുത്ത് മുറിച്ച് വെച്ചു. ആ കേക്കിൽ നോക്കി അവളെ പോലും അറിയാതെ അവൾ കണ്ണുകൾ നിറഞ്ഞു വന്നു. എൻ്റെ മകൻ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ഇപ്പം അവൻ്റെ ബർത്ത്ഡേ, പക്ഷെ അവൻ എൻ്റെ കൂടെ ഇല്ല. എന്നാലും അവന് സന്തോഷത്തോടെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അയ്യോ, അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞൊന്നുമില്ലടാ, അത് കണ്ണിൽ നിന്ന് പൊടി വീണാത്രേ ഉള്ളൂ. അമ്മ എന്തിനാ ഈ കേക്ക് ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്നേ? അതവിടെ ഇരുന്നോട്ടേടാ. എന്താന്ന്, ഞാൻ നിനക്ക് വലുതായിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട്. ഇപ്പം അതിനുള്ള സമയമില്ല. നീ റെഡിയാണോ? സ്കൂളിൽ പോകണ്ടേ? ആ കേക്ക് ശരിയാണെങ്കിൽ അമ്മ എനിക്ക് വേണ്ടിയാണോ മാറ്റി വെച്ചത്? അപ്പൊ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടോ? അമ്മ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഇതേ സമയം മെൻഷൻ. ഹാപ്പി ബർത്ത്ഡേ ടെവിൻ, എഴുന്നേറ്റ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ആ ശരിയാണല്ലോ, ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലോ. ഹായ്, സൂപ്പർ. എന്നിട്ടെന്താ കേക്കൊന്നും കാണാത്ത? എന്റെ കേക്ക് എവിടെ? നീ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. നിന്റെ കേക്ക് വൈകുന്നേരം പാർട്ടി വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്? നീ മറന്നുപോയി? എല്ലാ വർഷം അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആ, അത് ഞാൻ എക്സൈറ്റ്മെന്റ് മറന്നുപോയി, സോറി. അന്ന് എഴുന്നേറ്റ് റെഡിയോ, സ്കൂളിൽ പോണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ജുക്കി. ജുക്കിയോ? അതാരാ? ജുക്കിയല്ല, ടെവിൻ. ഹാപ്പി ബർത്ത്ഡേ ടെവിൻ. ഇതാരേ ജുക്കി? നീ ഇടയ്ക്കിടയ്ക്ക് ഈ പേര് പറയുന്നുണ്ടല്ലോ വന്നപ്പോ തൊട്ട്.